രാധേ രാധേ. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം പൂജാമുറിയിൽ വെച്ച് പൂജിക്കാമോ? തന്നെ പൂജിക്കണ്ട, നീ കണ്ണാടിയിൽ നോക്കി സ്വയം നന്നായാൽ മതിയെന്ന് പറഞ്ഞ മഹാനാണ് ഗുരു. എങ്കിലും അദ്ദേഹത്തെ പൂജിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരാള് ആൾദൈവമാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒന്ന്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ സന്ദേശം പകർന്നു കൊടുക്കും. രണ്ട്, അവർ ഭൂമിയിൽ നിന്ന് പോയി എത്ര തലമുറ കഴിഞ്ഞാലും അവർ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് ആരാധകരും കൂടും. കൃഷ്ണൻ BCE 3228 ജൂലൈ 18 ജനിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു. ഇനി പ്രപഞ്ചം നിലനിൽക്കുവോളം കൃഷ്ണനുണ്ട്, അതുകൊണ്ട് കൃഷ്ണൻ ദൈവമാണ്. ജീസസിനെ നിങ്ങൾ എടുക്കുക. ജീസസ് ജീവിച്ചിരുന്നപ്പോൾ നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പിന്നെ ഒരുപാട് എണ്ണം കൊടുത്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നത് AD 30 33 ആണ്. അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി എത്രയോ നാൾ കഴിഞ്ഞു ഒരു വലിയ സമുദായത്തെ സൃഷ്ടിച്ചു. ആ സമുദായത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തെ കീഴടക്കി. ഇനി ലോക അവസാനം വരെയും ജീസസിനെ ആളുകൾ ആരാധിക്കും. അപ്പൊ ജീസസ് ദൈവമാണ്. അതേ കണക്ക് ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് മാസം 20 ജനിച്ചു. അദ്ദേഹം ഒരു വലിയ സന്ദേശമാണ് നൽകിയത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അദ്ദേഹവും ഒരു വലിയ സമുദായത്തെ സൃഷ്ടിച്ചു, അതാണ് ഈഴവ സമുദായം. ഇന്നും ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു. ഇനി എത്ര തലമുറ കഴിഞ്ഞാലും പ്രപഞ്ചം നിലനിൽക്കുവോളം കാലം ഈഴവ സമുദായവും കാണും, നാരായണ ഗുരുവും കാണും. അതുകൊണ്ട് നാരായണ ഗുരുവിനെ നിങ്ങൾക്ക് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാം. കാരണം നാരായണ ഗുരു ദൈവമാണ്. നമ്മുടെ ഇന്നത്തെ ആൾദൈവങ്ങൾ എന്ന് പറയുന്നവർക്ക് ഇതിൽ എന്ത് സന്ദേശമാണ് അവർ ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സന്ദേശവും അവർ നമുക്ക് നൽകിയിട്ടില്ല. അവർ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഏറിയാൽ ഒരു 2 തലമുറ, ആ 2 തലമുറ ഓർക്കും, അല്ലെങ്കിൽ 3 തലമുറ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർക്ക് അത് നിലനിർത്താൻ പറ്റത്തില്ല. അവർ മൺമറഞ്ഞു പോവുകയും ചെയ്യും.